അൻസാരി സുഹരി ഉസ്താദിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ആ ഇഷ്ടത്തിന് കാരണം. ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആത്മീയ തട്ടിപ്പിനെതിരെയാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു നിരാശയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ആത്മീയ തട്ടിപ്പിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ എന്ന നിരാശയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത്. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജം ചെലവഴിക്കപ്പെട്ടാലും, നമ്മുടെ നാവിലെ വെള്ളം പറ്റി നമ്മൾ നിശ്ചലമായാലും ഇതിന് അറുതി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷിയുടെ അനുജൻ പുതിയ വീട് പണിതപ്പോൾ ആദ്യം അവർ സ്ഥാപിച്ചത് ഒരു പുതിയ കൊടിമരമാണ്. അത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ നൂർ മജ്‌ലിസിലെ പ്രധാനപ്പെട്ട കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് കൊടിമരം കാണാനും ഇവിടെ സന്ദർശിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത മജ്‌ലിസ് മുതൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ. ഇനി ഈ മനുഷ്യനൊരു പണിക്ക് പോകണോ, മറ്റെന്തെങ്കിലും തൊഴിൽ തേടി പോകണോ, ഒരു കച്ചവടം തുടങ്ങേണ്ടതുണ്ട്? ഒന്നും വേണ്ട, ഈ ഒരൊറ്റ കൊടിമരം മതി. ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത് നൂറെ ഹബീബെ എന്ന് പറയുന്ന, അതായത് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ, ഒരു ആത്മീയ തട്ടിപ്പുകാരൻ. അദ്ദേഹം ഒരുപാട് ജോലിയൊക്കെ ചെയ്തു, അതിൽ സക്സസ് ആയില്ല. അവസാനം ആത്മീയ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് അതിൽ വലിയ വിജയം കൊയ്തു. ഇത് കണ്ട സമയത്ത് ഇയാളുടെ അനുജനും ഈ പരിപാടിയുമായിക്കൊണ്ട് രംഗത്ത് വരികയാണ്. അനുജൻ ഒരു വീട് പണിതു, അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഇത്തരത്തിൽ കൊടിമരം സ്ഥാപിച്ചു. ഇതുപോലെ തന്നെ ആത്മീയ തട്ടിപ്പിന്റെ പരിപാടി അനുജനും സ്റ്റാർട്ട് ചെയ്തു. അതിനെതിരെയാണ് അൻസാരി സുഹരി ഉസ്താദ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു നിരാശ കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ ചോദിക്കുന്നത്. നമുക്ക് ചെയ്യാൻ സാധിക്കും ഉസ്താദേ, നമുക്ക് ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ ഒരുപാട് ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഹാമിദ് ആറ്റക്കോയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ജിന്നിനെ കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ത്വരീക്കത്തിന്റെ ആളുകൾ, ത്വരീക്കത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിലുണ്ട് ഒരു ത്വരീക്കത്ത്. അത് പിതാവാണ്, ഞാൻ ഔലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിതാവ് മരണപ്പെട്ട സമയത്ത് മകൻ പറയുന്നത്, വാപ്പ മരിച്ചപ്പോൾ എനിക്ക് ആ ഔലിയ പട്ടം എനിക്ക് തന്നിട്ട് പോയി, അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഔലിയ എന്ന് പറഞ്ഞിട്ട് മകനാണ് ഇപ്പോൾ പരിപാടി ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ആ വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല, കാരണം മുമ്പ് ഒരിക്കൽ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഇവർക്ക് പോലീസിലേക്ക് വലിയ പിടിപാടാണല്ലോ. അവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു, ഞാൻ അവിടെ എഴുതി കൊടുത്തേക്കാണ്, ഇനി അവർക്കെതിരെ വീഡിയോ ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അൻസാരി സുഹരി ഉസ്താദ് നിരാശപ്പെടുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എവിടെയാണ് ചെയ്യേണ്ടത് അവിടെ ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഈ ആത്മീയ തട്ടിപ്പ് ചെയ്യുന്ന ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. കാരണം അവർക്കതിൽ നിന്നും ലാഭം കൊയ്യുന്നുണ്ട്, അവർക്കതിൽ നിന്നും മെച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത്, ഇവർ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആരാണോ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെ നമ്മൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തട്ടിപ്പിന് നമുക്ക് ഒരു ശമനം ഉണ്ടാക്കാൻ സാധിക്കും. അൻസാരി സുഹരി ഉസ്താദ് സത്യസന്ധമായിക്കൊണ്ട് ഒന്ന് നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ചെല്ലുന്ന ഇവരുടെ കസ്റ്റമേഴ്സ്, ആ ആളുകൾ ആരാണ് എന്ന് താങ്കളൊന്ന് നിരീക്ഷിക്കുക. ഇവിടെ മുസ്ലിങ്ങളാണല്ലോ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ മുസ്ലിങ്ങളിൽപ്പെട്ട മുജാഹിദുകൾ ഇത്തരത്തിൽ ഇവരുടെ അടുത്ത് പോകുന്നുണ്ടോ? ഈ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ മുജാഹിദുകാർ പോകുന്നില്ല. ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയയിൽപ്പെട്ട അവരുടെ അണികളോ അതുമായി ബന്ധപ്പെട്ട അനുഭാവികളോ ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ പോകുന്നില്ല. തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ആ ആളുകളൊന്നും ഇത്തരത്തിലുള്ള ഇവരുടെ അടുത്ത് പോകുന്നില്ല. സമസ്തയിലുള്ള ആളുകളാണ്. സമസ്ത മുന്നോട്ട് വെക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ പറയുമ്പോൾ എന്തോ സംഘടനാപരമായിട്ടുള്ള എന്തൊക്കെയോ ആണെന്ന് നിങ്ങൾ നിരീക്ഷിക്കരുത്. ഞാൻ എൻ്റെ 12ാം ക്ലാസ് വരെ ഞാൻ SSFന്റെ പ്രവർത്തകനായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ സംഘടനാപരമായിക്കൊണ്ട് ദയവ് ചെയ്ത് ഇതിനെ കാണരുത്. ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ അടുത്ത് പോകുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് സമസ്തയിലെ മനുഷ്യരാണ്, സമസ്തയിലെ സാധാരണക്കാരായ ആളുകളാണ്, സ്ത്രീകളാണ്, പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നത് അതിനെപ്പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് അസ്-സുമറിലെ 36ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പോരെ? അള്ളാഹു പോരെ? തൻ്റെ അടിമകൾക്ക് അള്ളാഹു പോരെ എന്ന് ഖുർആൻ ഇവിടെ ചോദിക്കുന്ന സമയത്ത് സമസ്ത തൻ്റെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു പോരാ, അള്ളാഹു പോരാ, ഔലിയാക്കൾ വേണം, മഹാന്മാർ വേണം, വേറെ ആരൊക്കെയോ വേണം, ഖബർ വേണം, ദർഗകൾ വേണം, എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്പിരിച്വാലിറ്റിയെ, അള്ളാഹു പോരെ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ജനങ്ങളെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് വേറെ ഇവിടെയൊക്കെയോ വിധാനിച്ചു. പക്ഷെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും ഒക്കെ ജനങ്ങളെ പഠിപ്പിച്ചു, മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു മതി, വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹു മതി, നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് മതി എന്ന് പഠിപ്പിച്ച് ആ സംസ്കാരം
സംസ്കാരത്തിൽ വളർന്നവരാണ് ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗുകാർ എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് വേറൊരിടത്തേക്ക് ഇവരുടെ മനസ്സ് പോകുന്നില്ല, വേറൊരു തങ്ങളുടെ അടുത്തേക്ക് ഇവരുടെ മനസ്സ് പോകുന്നില്ല, വേറൊരു ദർഗയിലേക്ക് ഇവരുടെ മനസ്സ് പോകുന്നില്ല. എന്ത് പ്രയാസം വന്നാലും ആ റബ്ബിലാണ് ഇവർ ഭരമേൽപ്പിക്കുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലെ 60-ാമത്തെ വചനം, നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അഥവാ റബ്ബ് പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ഖുർആൻ ഇവിടെ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ സമസ്ത തൻ്റെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു പോരാ. അള്ളാഹു എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. ആരെങ്കിലും ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് എടുക്കുമോ? നമ്മൾക്ക് സ്വിച്ച് ഇട്ടാലല്ലേ നമുക്ക് ലൈറ്റ് കത്തൂ. ആ ട്രാൻസ്ഫോമറിൽ നിന്നും ആരും ഡയറക്റ്റ് എടുക്കില്ലല്ലോ, അത് പിന്നീട് മെയിൻ സ്വിച്ചിലേക്ക് വന്ന് അവിടെ നിന്നിട്ടാണല്ലോ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അള്ളാഹിനെ വിളിക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെയോ മഹാന്മാരിലേക്ക് നിങ്ങളുടെ മനസ്സ് ചെല്ലൂ, മഹാന്മാരിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ചെല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ അവിടെ നിന്നും വഴിതിരിച്ചു വിട്ടു. ആ വഴിതിരിച്ചു വിട്ടതിൻ്റെ അനന്തരഫലമല്ലേ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ മറ്റു ഒരുപാട് പേർ ഇത്തരത്തിൽ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്പിരിച്വാലിറ്റി, റബ്ബിലേക്ക് മാത്രം പോകേണ്ട സ്പിരിച്വാലിറ്റിയെ വേറെ എവിടെയൊക്കെയോ കൊണ്ട് തളച്ചിട്ടതിൻ്റെ ഫലമായിക്കൊണ്ട് അവരും വന്നുകൊണ്ട് ആറ്റക്കോയ പോലെയുള്ള ആളുകൾ വന്നുകൊണ്ട്, കുറെ ത്വരീക്കത്തിൻ്റെ ആളുകൾ വന്നുകൊണ്ട് ഈ പറയുന്ന ഒരു നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ അവരും വിത്ത് പാകുകയാണ്. അവരും അവിടെ നിന്നുകൊണ്ട് വിളവെടുക്കുകയാണ്. പക്ഷെ മുജാഹിദും ജമാഅത്തും തബ്ലീഗുകാരും പറഞ്ഞു, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് മതി കേട്ടോ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വരുന്നോ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വരമേൽപ്പിക്കൂ എന്ന് പറഞ്ഞ് ആ സംസ്കാരത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് റബ്ബിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അൻസാരി സൂരി ഉസ്താദിനോട് പറയാനുള്ളത്, ഈ പറയുന്ന തട്ടിപ്പുകാരിൽ കൈവച്ചിട്ട് കാര്യമില്ല. ജനങ്ങളിലാണ് കൈവെക്കേണ്ടത്, വിശ്വാസികളിലാണ് കൈവെക്കേണ്ടത്. അവിശ്വാസികളെ തിരിച്ചു വിശുദ്ധ ഖുർആനിലേക്ക്, ഖുർആനിന്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതല്ലാതെ ഈ ഒരു പ്രതിസന്ധിക്ക്, ഈ ഒരു ആത്മീയ തട്ടിപ്പിന് പരിഹാരമില്ല കേട്ടോ. ദയവ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞതിനെ ഏതെങ്കിലും സംഘടനാപരമായ പക്ഷപാതത്തിൽ കൊണ്ട് കെട്ടരുത്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, എന്നെ കേൾക്കുന്ന മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും സംഘടനാ വിരുദ്ധത ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പക്ഷപാതിത്വം ഉണ്ടോ, അല്ലെങ്കിൽ റിയാലിറ്റിയാണോ ഞാൻ പറഞ്ഞത്, വസ്തുതയാണോ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നിർത്തുന്നു പ്രാർത്ഥനയോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.